ഡോക്ടർ ജി ഗോപകുമാർ, താങ്കൾ ഈ വിവാദത്തിൽ വരുന്ന പ്രതികരണങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ സ്വാമി സച്ചിദാനന്ദയുടെ പ്രതികരണം താങ്കൾ ഇപ്പോൾ നേരിട്ട് കേട്ടു. അതിനു മുൻപ് കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിന്റെ തുടർച്ചയായി NSSൽ നിന്ന് വന്നിരിക്കുന്ന സുമാരനാഥിൽ നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം അല്പം രൂക്ഷമായ പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. ഇപ്പോൾ വിശ്വാസികൾ തീരുമാനിക്കേണ്ട കാര്യം മറ്റ് സമുദായങ്ങളിൽ മറ്റു മതങ്ങളിലേക്ക് എന്തുകൊണ്ട് സർക്കാരിന് വിമർശനം ഉന്നയിക്കാൻ കഴിയുന്നില്ല എന്നൊരു ചോദ്യം കൂടിയാണ് സുമാരനാഥ് എടുത്തിട്ടത്. താങ്കൾ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുന്നു? ഇവിടെ വ്യക്തമായ ഒരു ധ്രുവീകരണത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നാണ് എനിക്ക് അഭിപ്രായം ആദ്യമായിട്ട് പറയാനുള്ളത്. സ്വാമി സച്ചിദാനന്ദ ധർമ്മത്തെക്കുറിച്ചും സനാതന ധർമ്മത്തെക്കുറിച്ചും പറഞ്ഞതൊക്കെ വളരെ മനോഹരമായി തന്നെ അദ്ദേഹം അവതരിപ്പിക്കുകയും അതിൻ്റെ യുക്തിയും പ്രായോഗികതയും അതിൻ്റെ നന്മയെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി തന്നെ പറഞ്ഞാണ് നിങ്ങളുടെ ഇൻ്റർവ്യൂ അവസാനിപ്പിച്ചത്. അപ്പോൾ സനാതന ധർമ്മത്തെക്കുറിച്ച് DMK നേതാവായിരുന്ന സ്റ്റാലിൻ പറഞ്ഞതല്ല സ്വാമി സച്ചിദാനന്ദ പറഞ്ഞത് എന്നുകൂടി ഓർക്കണം. ഇതേ അഭിപ്രായമാണോ മുഖ്യമന്ത്രിക്കുള്ളതെന്ന് കൂടി നമുക്ക് സംശയമുണ്ട്. അപ്പോൾ അദ്ദേഹം സനാതന ധർമ്മത്തെ കണ്ണടച്ച് ആക്ഷേപിക്കുന്ന ഒരു സമൂഹവും അതിനെ എപ്പോഴും തൊട്ടുകൂടായ്മയും അനാചാരങ്ങളുമായി ബന്ധപ്പെടുത്തി മാത്രം സംസാരിക്കുന്നതിന് എതിരായിട്ടാണ് സച്ചിദാനന്ദ സ്വാമി ഇന്ന് കൺക്ലൂഡ് ചെയ്തത് എന്നുകൂടി നമ്മൾ ഓർക്കണം. കാരണം നമ്മുടെ പാരമ്പര്യത്തിൽ അത് പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് സനാതന ധർമ്മത്തെക്കുറിച്ച് താങ്കളും ചോദിച്ചതാണ് അദ്ദേഹത്തോട്. അപ്പോൾ അതുകൊണ്ട് ആ പ്രസക്തി അതിൻ്റെ പോസിറ്റീവ് സെൻസിൽ എടുക്കുന്നതിന് പകരം എല്ലാ കാര്യങ്ങളെയും ബ്രാഹ്മണത്വത്തിൽ കൊണ്ട് കൂട്ടിക്കെട്ടുന്ന ഒരു നെഗറ്റീവ് ചിന്താഗതി ഈ നാട്ടിലെ രാഷ്ട്രീയത്തിലുണ്ട്. മറ്റൊന്ന്, ഈ ആചാരങ്ങളും വിശ്വാസങ്ങളുമൊക്കെ അതിൻ്റെ കാലക്രമേണ അതിൻ്റേതായ രീതിയിൽ മാറിക്കൊള്ളട്ടെ. നമ്മളത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണല്ലോ സ്മൃതി ചൂണ്ടിക്കാണിച്ച പോലെ ശബരിമലയിൽ പോയി കൈപൊള്ളിയ ഒരു സാഹചര്യം. കോടതിക്ക് പോലും അക്കാര്യത്തിൽ ഒരു കാര്യവും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ആചാരങ്ങളെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും പറയും. തിരുവനന്തപുരം നഗരത്തിൽ തന്നെ മലയൻകീഴ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ശ്രീകോവിലിനകത്ത് കയറാൻ ഇന്നും സ്ത്രീകൾക്ക് അവകാശമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ചില വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും വന്നത്. അതിന് ശാസ്ത്രീയത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണത്തില്ല. അത് കാലക്രമേണ മാറിക്കൊള്ളും. പക്ഷേ ഇതിനെ ഇത്രത്തോളം അടിച്ചേൽപ്പിച്ച് കൊണ്ടുവരുമ്പോഴാണ് സുമാരൻ നായർ ചോദിച്ച മറ്റൊരു കാര്യത്തിന് പ്രസക്തിയുള്ളത്. ഒരു ജനാധിപത്യ ലോകത്ത് ജീവിക്കുമ്പോൾ മറ്റ് സമുദായങ്ങളെ ടാർഗറ്റ് ചെയ്യാതെ ഒരു സമുദായത്തെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചതിൽ എന്താണ് തെറ്റ്? പക്ഷേ ശിവഗിരിയിൽ നടന്ന സംവാദമല്ലേ ഡോക്ടർ ജി ഗോപകുമാർ? ശിവഗിരി സംവാദത്തിന്റെ ഭൂമിയാകണമെന്ന് തന്നെയാണ് ഗുരു ആഗ്രഹിച്ചിട്ടുമുള്ളത്. അങ്ങനെ ഒരു സംവാദമാണ്. അതൊരു നല്ല രീതിയിലുള്ള ചർച്ചയാകട്ടെ, പുരോഗമനപരമായ കാര്യങ്ങളിലേക്ക് നീങ്ങാൻ സഹായിക്കുന്നെങ്കിൽ ഒരു ചർച്ചയാകട്ടെ, അതിൽ തർക്കങ്ങൾ ഉണ്ടാകട്ടെ എന്നതിന് അപ്പുറം അത് എന്തുകൊണ്ട് അപ്പുറത്തേക്ക് ചോദിച്ചില്ല, അവരെ പറ്റി മിണ്ടിയില്ല എന്നതിലാണോ അത് ചെന്ന് അവസാനിക്കേണ്ടത് യഥാർത്ഥത്തിൽ? അല്ല, അത് വരുന്നത് എന്തുകൊണ്ടാണ്? ഇത് രാഷ്ട്രീയ നേതൃത്വം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതുകൊണ്ടാണ്. ഒരു സെക്യുലർ രാജ്യത്ത്, നമ്മുടെ രാജ്യത്തെ സെക്യുലറിസത്തിൽ നമുക്കറിയാമല്ലോ, വളരെ അങ്ങനെ തന്നെ വെട്ടിത്തുറന്ന് ചോദിച്ചാൽ ദേവസ്വം ബോർഡും സർക്കാരുമായി എന്ത് ബന്ധമാണുള്ളത്? പക്ഷേ ചരിത്രപരമായ ബന്ധമുണ്ട്. എനിക്കറിയാം ഭരണഘടന എന്താണ് എഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ വാസ്തവത്തിൽ മറിച്ച് ചോദിച്ചൂടെ? മതേതരത്വം പറയുന്ന രാജ്യത്തിന് എന്തിനാണ് ക്ഷേത്രഭരണത്തിൽ സ്വാധീനം ചെലുത്തുന്നത്? ഇല്ലെങ്കിൽ അതിന് നിയമപരമായ തടസ്സം എന്തിനാണ് ഇടപെടുന്നത്? ഇതെല്ലാം കൂട്ടിക്കൊഴിഞ്ഞ് കിടക്കയില്ലേ? അത് നമുക്ക് ഒറ്റയടിക്കങ്ങ് മാറ്റാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റു ധർമ്മങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, കോടതികൾ തന്നെ ഇപ്പോൾ ഓർത്തഡോക്സ് കക്ഷിയും ഭാവകക്ഷിയുമായിട്ടുള്ള തർക്കങ്ങൾ, യാക്കോബായ കക്ഷിയുടെ തർക്കങ്ങളിൽ ഒരു തീരുമാനമെടുക്കാതെ എന്തുകൊണ്ട് ഒരു മതത്തിൽ 16ഉം 17 വിഭാഗങ്ങളായി ക്രിസ്തുമതത്തിൽ പള്ളികളുണ്ടാകുന്നു? അതിൽ തന്നെ പിളർന്നു പോകുന്നു. ഇതൊന്നും ജനാധിപത്യത്തിൽ ചോദിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. അത് ചോദിക്കും. അത് പ്രത്യേകിച്ച് ശിവഗിരി മഠത്തിൽ സംവാദം നടക്കുന്നത് നല്ലത് തന്നെ. പക്ഷേ അത് രാഷ്ട്രീയ നേതൃത്വം ഏറ്റെടുക്കുകയും ശബരിമലയിൽ ഉണ്ടായിരുന്ന സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നീടുണ്ടായ മാറ്റങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ തന്നെ നമ്മൾ കാണുമ്പോൾ അതിനി മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിലാണോ എന്നുള്ള നിലയിൽ ചോദ്യം വരും. പക്ഷെ താങ്കൾ പറയുന്നത് പോലെ മാറുന്നെങ്കിൽ മാറട്ടെ എന്ന് പറയുമ്പോൾ ആദ്യ സ്റ്റെപ്പ് എവിടെ നിന്ന് വരുമെന്നൊരു ചോദ്യമുണ്ടല്ലോ. അങ്ങനെയല്ല, മാറുന്നെങ്കിൽ മാറട്ടെ എന്നല്ല, കാലാനുസൃതമായ മാറ്റമുണ്ടാകും. എങ്ങനെ ഉണ്ടാകും? ആരാദ്യം നടപടികൾ എടുക്കും? മാറേണ്ട സമയമായില്ലേ? അവിടെയാണ് വിശ്വാസികൾക്ക് പ്രാധാന്യമുള്ളത്. നിങ്ങൾ ഈ പറയുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വിശ്വാസത ചോദ്യം ചെയ്യപ്പെടുന്നത് അവിടെയാണ് സ്മൃതി. പക്ഷേ രാഷ്ട്രീയ നേതൃത്വമല്ല അത് ആദ്യം പറഞ്ഞത് ഡോക്ടർ ജി ഗോപകുമാർ. സ്വാമി സച്ചിദാനന്ദയാണ് അത് ആദ്യം പറഞ്ഞത്. പിന്നീട് അതിനെ ശരിവെച്ചുകൊണ്ട് പിണറായി വിജയൻ സംസാരിക്കുന്നു. ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് പുരോഗമനപരമായ കാര്യങ്ങളിലൊന്നും മിണ്ടാനേ പാടില്ല എന്ന് പറയുന്നത് ശരിയാണോ? അതെ, ഇല്ല, ഒരിക്കലുമില്ല. അതുകൊണ്ടാണല്ലോ ഈ ചർച്ചയിൽ മറ്റഭിപ്രായങ്ങൾ വരുന്നത്.
സ്വാമിജിക്ക് പറയാനുള്ള എല്ലാ അവകാശമുണ്ട്. തീർച്ചയായിട്ടും വർക്കല ശിവഗിരിയിൽ ബൗദ്ധികമായ ചർച്ചകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ഇനിയും അത്തരം ചർച്ചകൾ തുടരുകയും വേണം, സംശയമൊന്നുമില്ല. പക്ഷേ അത് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അവിടെയാണല്ലോ മതേതരത്വം ഒരു ചർച്ചയായി വരുന്നത്. ഈ വിഷയം കൈകൊള്ളുന്നൊരു വിഷയമാണെന്ന് രാഷ്ട്രീയ നേതൃത്വത്തിന് നന്നായിട്ട് അറിയാം. പക്ഷേ ഇങ്ങനെ ഇടപെടുമ്പോൾ മറുവശത്തുനിന്ന് വരുന്ന ആശയങ്ങൾ അതിനെ അപ്പാടെ അങ്ങ് തള്ളിക്കളയുന്നത് ശരിയല്ല. ഈ ചിന്താഗതി മറുവശത്ത് പ്രശ്നങ്ങളുണ്ടാകും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സതീശൻ പറഞ്ഞ ഒരു വാക്ക് ഞാനിപ്പോൾ കടമെടുക്കുകയാണ്. പച്ചവെള്ളത്തിൽ പോലും തീപിടിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് കേരളത്തിലെ വർഗീയത എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ സൂക്ഷിച്ചല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ താങ്കളുടെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയൂ. സ്വാമി തന്നെ പറഞ്ഞ ഒരു കാര്യം, തിരക്കുള്ള ക്ഷേത്രങ്ങളിൽ ഷർട്ടിടാതെ പുരുഷന്മാർ വരുന്നു, ചിലർക്ക് ത്വക്ക് രോഗമുണ്ടാകാം, വിയർപ്പ് ഒഴുകുന്നു, ഭയങ്കര തിരക്കുണ്ടാകുമ്പോൾ കുറേ നേരം ക്യൂ നിൽക്കുമ്പോഴൊക്കെ വരുന്ന പ്രശ്നമാണ്. ഇപ്പോൾ ഗുരുവായൂർ പോലുള്ള ക്ഷേത്രത്തിലൊക്കെ എത്ര ക്യൂ നിന്നാലാണ് ഒന്ന് ദർശനം സാധ്യമാവുക. അപ്പോൾ അവിടെ തിക്കും തിരക്കും, സ്ത്രീകൾക്കും ഇവർക്കിടയിലൂടെ കടന്നു പോകേണ്ട അവസ്ഥ. അപ്പോൾ ഇതൊക്കെ അവരെ സംബന്ധിച്ചും മേൽവസ്ത്രമില്ലാതെ നിൽക്കുന്നു എന്നുള്ളൊരു ബുദ്ധിമുട്ട് അവരെ സംബന്ധിച്ചും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കിക്കൂടെ എന്നൊരു ചർച്ച, അത് ചർച്ചയെ ചെയ്യാൻ പാടില്ല എന്നാണോ? തീർച്ചയായിട്ടും ഇല്ല. ആര് പറഞ്ഞു? ചർച്ച ചെയ്യണം. സ്വാമിജി ചർച്ച ചെയ്തത് നല്ല കാര്യം. ആ ചർച്ച വരട്ടെ. വരണ്ടെന്ന് ആര് പറഞ്ഞു? സ്വാമിജിക്ക് അത് പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. ആ ചർച്ച വരട്ടെ, ഇനിയും ആ ചർച്ച തുടരട്ടെ. ഗുരുവായൂരുള്ള കാര്യം ഉൾപ്പെടെയുള്ള എല്ലാ അമ്പലങ്ങളിലെ കാര്യവും ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ഉടുപ്പിട്ടുകൊണ്ട് തന്നെ കയറാം. അവിടുത്തെ കാലാവസ്ഥയും അതാണ് പറയുന്നത്, ശബരിമലയിലും അതാണ് പറയുന്നത്. മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. പക്ഷേ അത് പൊളിറ്റിക്കലായിട്ട് വരില്ലെന്നേ എൻ്റെ അഭിപ്രായമുള്ളൂ. അതൊരു സമന്വയത്തിൽ കൂടി കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായത്തോട് തീർച്ചയായിട്ടും യോജിക്കാം. അതിന് വിശ്വാസികളെ മാറ്റി നിർത്തി ക്ഷേത്ര കമ്മിറ്റികൾ മാത്രം തീരുമാനിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ നാട്ടിലെ ക്ഷേത്ര കമ്മിറ്റികളെല്ലാം കക്ഷി രാഷ്ട്രീയത്തിന് അടിമപ്പെട്ടതല്ലേ? നമുക്കറിഞ്ഞുകൂടാത്ത കാര്യമാണോ? ക്ഷേത്ര കമ്മിറ്റി, ഉപദേശ കമ്മിറ്റി എന്നൊക്കെ പറയുന്നത് പാർട്ടികൾ പിടിച്ചടക്കി വെച്ചിരിക്കുകയല്ലേ? അപ്പോൾ അവരെടുക്കുന്ന തീരുമാനം അടിച്ചേൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും വിശ്വാസികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം വരും. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചൊരു ക്ഷേത്രത്തിൽ ഉൾപ്പെടെ എന്തുകൊണ്ട് സ്ത്രീകളെ ശ്രീകോവിലിൽ കയറ്റുന്നില്ല? അതൊന്ന് മാറ്റാൻ ദേവസ്വത്തിന് ഇനിഷ്യേറ്റീവ് എടുക്കാമോ? അതിനുള്ളൊരു ധൈര്യം കാണിക്കാമോ? അപ്പോൾ അവിടെ ആചാരങ്ങൾ ഒരു പക്ഷേ വിശ്വാസമായിരിക്കാം. ആ വിശ്വാസത്തിൽ അവർ കുറച്ച് നാൾ മാറട്ടെ. അത് ചിന്താഗതി മാറ്റങ്ങളനുസരിച്ച് വ്യത്യാസം വരുമല്ലോ. നമ്മൾ ഈ കണ്ട ലോകത്ത് അങ്ങനെയല്ലേ? ഇന്ന് പുരുഷാധിപത്യം മാറിയില്ലേ? കുടുംബ ജീർണിച്ച ഫ്യൂഡൽ വ്യവസ്ഥ മാറിയില്ലേ? ശ്രീ ഗോപകുമാർ, ഇത് ആചാരമാണോ കീഴ്വഴക്കമാണോ എന്ന സംശയം വരുന്നത്. തന്നെ പറയുന്നു പല ക്ഷേത്രങ്ങളിലും അതില്ല. പല കാര്യങ്ങളും കോടതിയിൽ പറയുന്ന പല കാര്യങ്ങളും ആചാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു വിവാഹത്തിൽ പോലും പ്രത്യേകിച്ച് ഹിന്ദു മാരേജ് ആക്റ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കസ്റ്റംസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കോടതി തന്നെ നോക്കുന്നത് ആചാരങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. ഈ ആചാരവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിലൊന്നും ഇതേക്കുറിച്ച് പറയുന്നില്ല. മാറ്റും ഇതേക്കുറിച്ച് പറയുന്നില്ല. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ ക്ഷേത്രങ്ങൾ ശാസ്ത്രീയത ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ചില കാര്യങ്ങൾക്ക് ശാസ്ത്രീയത ഇല്ല, സത്യം തന്നെയാണ്. ആനുകാലിക സാഹചര്യത്തിൽ നോക്കുമ്പോൾ അതിന് ശാസ്ത്രീയത ഇല്ല. പക്ഷേ അതൊരു വിശ്വാസമാണ്. ഇപ്പോൾ വിശ്വാസികളെക്കാട് മാറി നിൽക്ക്, ഞങ്ങൾ തീരുമാനിച്ചോളാം. അങ്ങനെ ഒരു സെക്കുലറിസം കൊണ്ടുവരുമ്പോൾ നല്ലത് എല്ലാ മതത്തിലും കൊണ്ടുവരണമെന്ന് ചോദിക്കുമ്പോൾ അതിന് നെറ്റ് ചുളിക്കുന്നത് എന്തിനാ? അതിനുള്ള ധൈര്യം കാണിക്കാത്ത എന്താ? ഇവിടെയാണ് രാഷ്ട്രീയം കടന്നു വരുന്നത്, കക്ഷി രാഷ്ട്രീയം കടന്നു വരുന്നതാ. ഒന്നുകിൽ നിങ്ങൾ എല്ലാവരെയും ആക്ഷേപിക്കണം, ഇല്ലെങ്കിൽ ഇതിനൊന്നും പോകരുത്. അങ്ങനെയുള്ള വിമർശനം നോക്കുമ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലേക്ക് ചെന്ന് പഴുത് വീഴുകയല്ലേ? നമ്മൾ ഈ കേരളത്തിലെ രാഷ്ട്രീയം പച്ചയ്ക്ക് കണ്ടതല്ലേ? ഏതിലും വർഗീയത കാണുന്ന ഒരു സാഹചര്യം ഉള്ളതല്ലേ? അപ്പോൾ അത് പറയാൻ പാടില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ശ്രീ എം ജയന്തൻ, സനാതന ധർമ്മത്തെക്കുറിച്ച് സ്റ്റാലിൻ പറഞ്ഞ കാര്യമല്ലല്ലോ, സ്റ്റാലിൻ്റെ മകൻ പറഞ്ഞ കാര്യമല്ലല്ലോ ഇപ്പോഴും സ്വാമി സച്ചിദാനന്ദജി പറഞ്ഞത്. അല്ല, അദ്ദേഹത്തിന് എത്രയോ വിശാലമായി അതിനെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് വ്യത്യാസം ഇത്രയേ ഉള്ളൂ. നമുക്ക് ആത്മീയത എന്നുള്ളതിനെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ കാണാതെ രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാടിൽ കാണുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.